ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മന്തി ഉണ്ടാക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. ഇന്നാണ് ആ ആഗ്രഹം സാധിച്ചത്. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്, അത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. കുറച്ച് നീളം കൂടിയ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ റൈസ് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു 4 കഷ്ണം ചെറിയ കഷ്ണം പട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുക്കണം. ഒരു നാരങ്ങ ഞാനിതിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. റൈസ് ഒരു 1/4 വേഗമാകുമ്പോഴത്തേക്കും ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ 4 വലിയ കഷ്ണങ്ങളായി മുറിച്ചാണ് ഞാൻ വാങ്ങിയത്. ഇതിൽ ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുത്തി കൊടുക്കുന്നു. മസാല ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്യുന്നു. ഒരു 2 പാക്കറ്റാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് വാങ്ങാനായിട്ട് കിട്ടും, അതാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. 2 ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു ചെറിയ ബൗളിൽ 1/4 ഭാഗം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി കുറച്ച് കറുത്ത കുരുമുളക്, അത് ക്രഷ് ചെയ്യാത്ത കുരുമുളകാണ് ആഡ് ചെയ്യേണ്ടത്. എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിൽ ഉപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇത് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ മസാല ഹൈ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കുന്നു. 10 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും വേവിച്ച ചിക്കനിലേക്ക് നമ്മൾ ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഊറ്റി അപ്പോൾ തന്നെ ഈ മസാലയിലേക്ക് ചേർത്ത് ദം ചെയ്യേണ്ടതാണ്. അതിലേക്ക് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 പച്ചമുളകുകൾ അവിടെ അവിടെയായി ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ തീക്കനൽ വെച്ചിട്ട് അതിൽ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് ദം മൊത്തത്തിൽ മൂടി വേവിക്കുക. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം തുറന്ന് ആ കനലൊക്കെ മാറ്റിയതിന് ശേഷം സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ആദ്യം കുറച്ച് റൈസ് വിളമ്പിയതിന് ശേഷം അതിന് മുകളിലേക്ക് ചിക്കൻ പീസുകൾ വയ്ക്കാവുന്നതാണ്. സൈഡ് ഡിഷായിട്ട് ഒരു മന്തി ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയത്, അതുകൂടി ഇതിൽ സെർവ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഞാനും ആദ്യമായിട്ട് ഒരു മന്തി ഉണ്ടാക്കി. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മന്തി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.